ED റെയ്ഡിൽ നിലപാട് വ്യക്തമാക്കി CPI. ഞങ്ങളുടെ വിഷയം LDFും പിണറായി വിജയനും. ED റെയ്ഡിനെതിരായ സമരത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഞങ്ങളുടെ സമരം ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയല്ലെന്നും LDF നേതാവായ പിണറായിയുടെ വീട് 8 മണിക്കൂർ നേരം ED ഉപരോധിച്ചു. CMRL, എക്സാലോജിക് എന്നിവ 2 കമ്പനികളാണ്. അവർ തമ്മിലുള്ള ഉടമ്പടികളോ ധാരണയോ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വിഷയം LDF ആണ്, പിണറായി വിജയനാണ്. പിണറായിയുടെ വീട്ടിൽ ഒരു മോശം പ്രതീതി ഉണ്ടാക്കാൻ ശ്രമിച്ചു. അത് ഞങ്ങൾ നോക്കി നിൽക്കില്ലെന്നും അതിനർത്ഥം ആരുടെയെങ്കിലും ബിസിനസ് ഇടപാടിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം CMRL, എക്സാലോജിക് മാസപ്പടി കേസിൽ വരും മണിക്കൂറുകളിൽ നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഉറ്റുനോക്കുകയാണ് കേരളം. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ അതിവേഗ നടപടികളിലേക്ക് ED കടക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട CMRL MD ശശിധരൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളി. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. ECIR രജിസ്റ്റർ ചെയ്യാത്തത് അന്വേഷണത്തിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം കേസ് അന്വേഷിക്കാനുള്ള അടിസ്ഥാന ക്രിമിനൽ കുറ്റമില്ലാതെയാണ് കമ്പനിക്കെതിരായ ED അന്വേഷണമെന്നും കേസ് റദ്ദാക്കണമെന്നുമായിരുന്നു അപ്പീലിൽ CMRL ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത്. SFIO കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അഥവാ ECIR ഇട്ടത് നിയമപരമല്ലെന്നും ഉദ്യോഗസ്ഥർ വാദിച്ചു. എന്നാൽ EDക്ക് അന്വേഷണം നടത്താൻ അടിസ്ഥാന ക്രിമിനൽ കുറ്റകൃത്യം വേണമെന്ന വാദം തള്ളിയ കോടതി സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിനോ പ്രാഥമിക അന്വേഷണത്തിന് സമൻസ് നൽകി വിളിപ്പിക്കുന്നതിനോ ECIR പോലും ആവശ്യമില്ലെന്നും അത് നിയമപരമായ രേഖയല്ലെന്നും വ്യക്തമാക്കി.